നമസ്കാരം. UDF-നോട് വിലപേശൽ വേണ്ട പോലെ ഏശുന്നില്ലെന്ന് വന്നതോടെ നിലമ്പൂർ മുൻ MLA PV അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കുമോ? നിലമ്പൂരിന്റെ സുൽത്താൻ PV അൻവർ തുടരും എന്നെഴുതിയ പോസ്റ്ററുകൾ പതിച്ച് തൃണമൂൽ കോൺഗ്രസ് സമ്മർദ്ദം കൂട്ടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും UDF അൻവറിന്റെ വിലപേശലിന് വഴങ്ങിക്കൊടുക്കേണ്ടെന്ന നിലപാടിലാണ്. AICC പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ പരസ്യമായി അംഗീകരിക്കാത്ത അൻവറിന്റെ സമീപനത്തെ വെച്ച് പുറപ്പിക്കാനാവില്ലെന്ന VD സതീശന്റെ നിലപാടിനൊപ്പമാണ് കോൺഗ്രസ്. ആ തീരുമാനം സതീശൻ ഒറ്റയ്ക്കെടുത്തതല്ലെന്ന് മറ്റ് നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തു. അൻവർ UDF നേതാക്കളുമായുള്ള ചർച്ചയിൽ ആവശ്യപ്പെട്ടത് 2 സീറ്റുകൾ വേണമെന്നാണ്. കൂടാതെ തൃണമൂൽ കോൺഗ്രസിന് മുന്നണി പ്രവേശനവും UDF അധികാരത്തിൽ വന്നാൽ മന്ത്രിസ്ഥാനം വേണമെന്നും ആവശ്യം മുന്നോട്ട് വെച്ചു. ഇതൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമല്ലെന്ന നിലപാടാണ് സതീശൻ സ്വീകരിച്ചത്. ഏറ്റവും ഒടുവിൽ PV അൻവറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും തയ്യാറായില്ല. കോഴിക്കോടെത്തിയ KCയെ കാണാൻ ഇവിടേക്ക് പുറപ്പെട്ട അൻവറിന് നിരാശനാകേണ്ടി വന്നു. KC വേണുഗോപാൽ ഡൽഹിക്ക് മടങ്ങുന്നത് കൊണ്ട് ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടക്കില്ല. അൻവറുമായുള്ള കൂടിക്കാഴ്ച മാധ്യമ സൃഷ്ടിയാണെന്നും സംസ്ഥാനത്ത് കൊള്ളാവുന്ന നേതൃത്വമുണ്ടെന്നും KC വേണുഗോപാൽ തുറന്നടിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം കൈകാര്യം ചെയ്യുമെന്നും വ്യക്തമാക്കി. PK കുഞ്ഞാലിക്കുട്ടി ഇടപെട്ട് KC വേണുഗോപാലുമായി സംസാരിച്ചിരുന്നു. PV അൻവറിനെ അവഗണിക്കുന്ന നിലപാട് എടുക്കരുതെന്നായിരുന്നു മുസ്ലിം ലീഗിന്റെ നിലപാട്. ഇതേ തുടർന്നാണ് KC വേണുഗോപാലും PV അൻവറും കൂടിക്കാഴ്ച നടത്തുമെന്ന സൂചന വന്നത്. എന്നാൽ KC കൂടിക്കാഴ്ചയ്ക്ക് വിസമ്മതിച്ചതോടെ UDF-ന്റെ കടുത്ത നിലപാട് ഒരിക്കൽ കൂടി വ്യക്തമായി. ഇതോടെ അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന പ്രതീതി സൃഷ്ടിക്കാൻ കൂറ്റൻ ഫ്ലക്സ് ബോർഡുകൾ നിലമ്പൂരിൽ തൃണമൂൽ പ്രവർത്തകർ സ്ഥാപിച്ചു. നിലമ്പൂരിന്റെ സുൽത്താൻ PV അൻവർ തുടരും, മലയോര ജനതയുടെ പ്രതീക്ഷ ജനങ്ങൾ കൂടെയുണ്ട് എന്നും ബോർഡിലുണ്ട്. വഴിക്കടവ്, ചുങ്കത്തറ പ്രദേശങ്ങളിലാണ് ഇപ്പോൾ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്തിനെതിരെ അൻവർ നടത്തിയ പ്രസ്താവനയാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് കല്ലുകടിയായത്. സഹകരിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് അൻവർ തന്നെ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉറപ്പിച്ചു പറഞ്ഞതും ആ ഈർഷ്യ കാരണമാണ്. എന്നെ വസ്ത്രാക്ഷേപം നടത്തി തെരുവിലേക്ക് വിട്ടിരിക്കുകയാണ്, എൻ്റെ മുഖത്ത് ചെളി വാരി എറിയുകയാണ്, ദയാവധത്തിന് വിട്ടിരിക്കുകയാണ്, എന്ത് തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് VD സതീശനെ ലക്ഷ്യമിട്ടുള്ള അമ്പുകളുടെ മുനയും ഒടിയുകയാണ്. UDF പ്രവേശനത്തിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും PV അൻവർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ് വിഷയത്തിൽ KC വേണുഗോപാൽ നേരത്തെ പ്രതികരിച്ചത്. അൻവർ ഉയർത്തിയ വിഷയങ്ങൾ സംസ്ഥാന നേതൃത്വമായി ചർച്ച ചെയ്യുമെന്നും അൻവറിനെ ഒറ്റപ്പെടുത്തണമെന്ന ചിന്ത ഇല്ലെന്നും KC വേണുഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകും. ആശയവിനിമയത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സംസാരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ വൈകുന്നേരത്തോടെ അദ്ദേഹം നിലപാട് കടുപ്പിച്ചതോടെ VD സതീശന്റെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കിയെന്നാണ് സൂചന. ഇനി കാല് പിടിക്കാനില്ലെന്നും പ്രതീക്ഷ KC വേണുഗോപാലിലാണെന്നും UDF-ൽ ഇല്ലെങ്കിൽ നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നുമാണ് അൻവർ നേരത്തെ പ്രതികരിച്ചത്. VD സതീശനെ തള്ളിപ്പറഞ്ഞ് KC ആശ്രയിക്കാൻ അൻവർ ശ്രമിച്ചെങ്കിലും അതും ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. PV അൻവർ വിഷയത്തിൽ താൻ പറഞ്ഞ വാക്കുകൾ വ്യക്തിപരമല്ലെന്നും കോൺഗ്രസിന്റെ തീരുമാനമാണെന്നുമാണ് സതീശൻ പറഞ്ഞത്. തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നത് അൻവറാണ് തീരുമാനിക്കേണ്ടതെന്നാണ് സതീശൻ പറഞ്ഞത്. അഭിപ്രായ വ്യത്യാസം പറഞ്ഞ സാഹചര്യത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായും UDF-ന്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി സഹകരിക്കണമോ എന്നത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. സഹകരിച്ചാൽ ഒന്നിച്ചു പോകും. അൻവർ തീരുമാനമെടുത്ത ശേഷം UDF അഭിപ്രായം പറയുമെന്നും സതീശൻ വ്യക്തമാക്കിയിരുന്നു. അതേസമയം അൻവറുമായുള്ള പ്രശ്നം ചർച്ചകളിലൂടെ പരിഹരിക്കുമെന്ന പുതിയ നിലപാട് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രഖ്യാപിച്ചിരുന്നു. UDF സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിക്കുകയും തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി സ്ഥാനാർത്ഥി മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ മുതിർന്ന നേതാക്കൾ അൻവർ വിവാദത്തിൽ കുരുങ്ങി സമയം പാഴാക്കുന്നുവെന്ന ആക്ഷേപം ഒരു വിഭാഗത്തിനുണ്ട്. വിവാദങ്ങൾ അവസാനിപ്പിച്ച് പ്രചരണത്തിൽ മുന്നിലെത്തണമെന്നതാണ് UDF പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്.